നോവലായിട്ടുള്ള ഒരു ബയോറൂട്ട്സിന്റെ ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് കാണുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പാനലിന്റെ കാര്യങ്ങളെ പറ്റും ആദ്യം എന്നെ വിളിച്ചത് ഫാറൂഖിയായിരുന്നു. അപ്പം ഞാൻ അന്ന് കരുതിയതാണ് അത്രയും ഒരു എൻതൂസിയാസ്റ്റിക് ആയിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്നു, സംരംഭകയാണ്, വളരെ പുതിയ സംരംഭകയാണ് ഞാൻ അറിഞ്ഞിടത്തോളം. എങ്ങനെയാണ് ബയോറൂട്ടിലേക്ക് വന്നത്, എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, പാർവതിയുടെ ജേർണി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. എൻ്റെ മാതാപിതാക്കൾക്കും പിന്നെ ഈ ദൈവത്തിന് നന്ദി. അതോടൊപ്പം ഈ മീറ്റിങ്ങിനെ ക്ഷണിച്ച കമ്മിറ്റി ഓർഗനൈസേഴ്സ് എല്ലാവരോടും നന്ദി പറയുന്നു. ഇപ്പം ഞാൻ എൻ്റെ ജേർണി തുടങ്ങുന്നത് ഇറ്റ്സ് ആക്ച്വലി ഒരു ലോങ് സ്റ്റോറി, പക്ഷെ ഞാനത് ഷോർട്ടാക്കി പറയാം. അതിൽ ഞാൻ MSc ബയോടെക്നോളജി ആയിരുന്നു അമൃതേന്ന്. അതെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു തോട്ട് പ്രോസസ് ഓഫ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ വരുന്നത് MSc കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഐ എം ടോക്കിംഗ് അബൌട്ട് ഓൾമോസ്റ്റ് 16 years 17 years ബാക്കുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ അന്നൊക്കെ നമ്മളെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. എത്രയായാലും ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫീൽഡിൽ പഠിച്ചിറങ്ങിയിട്ടുള്ളൂ MSc. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് എടുത്തു. ദിസ് ഇസ് ദ സെയിം തിങ് കുറെ കാലമായിട്ട് എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് തിങ്സ് ഹാസ് ചേഞ്ച്. അപ്പോൾ എക്സ്പീരിയൻസ് എടുത്തു. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ലീഡർഷിപ്പിലേക്ക് എങ്ങനെ കയറും? നമുക്കൊരു കമ്പനി എന്ന് പറയുമ്പോൾ റിസർച്ച് മാത്രമല്ലല്ലോ. ഞാൻ വർക്കിംഗ് ഇൻ എ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ്. അപ്പോൾ റിസർച്ച് മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കാര്യം. അപ്പൊ ഞാൻ അതിങ്ങനെ എന്റെ ഫാദറാണ് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാറ്. അപ്പം അച്ഛനിങ്ങനെ പറയുമ്പോൾ ഞാൻ അതെല്ലാം കേട്ടിട്ട് ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയുമ്പോൾ ശരിയാണ്, നമ്മൾ അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഞാൻ ആദ്യം ബയോകോണിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ബാംഗ്ലൂര്. അവിടുന്ന് പിന്നെ നേരെ ഞാൻ എനിക്ക് കുറച്ചും കൂടെ റിസർച്ച് ഓറിയന്റഡ് കം കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇറക്കാനായിട്ടുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഐ സ്വിച്ച് ടു റിലയൻസ് ലൈഫ് സയൻസ് ബോംബെ. സോ ഞാൻ അതിൽ റീജനറേറ്റീവ് മെഡിസിനിലാണ് വർക്ക് ചെയ്തത്, സ്റ്റെം സെൽസ്. സോ ഓക്കുലാർ സ്റ്റെം സെൽസ് ആയിരുന്നു, ഐ സ്റ്റെം സെൽസിലാണ് വർക്ക് ചെയ്തത്. അപ്പം അതിൽ ഞാനവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ ബോസും ഞങ്ങൾ 3 ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ റെലിനേത്ര എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് ഇറക്കിയത്. ഒരു പേഷ്യന്റിന്റെ ഒരു ഐ കപ്പാസിറ്റി ടു വിഷ്വലൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഐയിൽ നിന്നുള്ള സ്റ്റെം സെൽസ് എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഇത് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇത് നമ്മൾ ഇതിനു വേണ്ടി വളർത്തുന്ന സെൽസും കാര്യങ്ങളും ഒക്കെ സിസേറിയൻ ആയിട്ടുള്ള സ്ത്രീകളുടെ അമ്നോട്ടിക് മെമ്പറിൻ വേണം. ബിക്കോസ് നോർമൽ ഡെലിവറി ചെയ്തവർക്ക് പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി സ്റ്റെറൈൽ, ദ അമ്നോട്ടിക് മെമ്പറിൻ. അപ്പൊ അതിൽ വളർത്തിയെടുത്ത് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡി ചെയ്ത് അത് ആനിമൽസിൽ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടാണ് ഹ്യൂമനിൽ ട്രൈ ചെയ്തത്. അതിലും സക്സസ് ആയതിനു ശേഷം പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത്. അപ്പൊ എനിക്ക് റിലയൻസിൽ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്സ് ഒക്കെ എടുത്തിരുന്നത് എന്നൊക്കെ എന്റെ ബോസ് ചെയ്യുന്നതും ഞങ്ങൾ കൂടെ ടീമായിട്ട് നിൽക്കുമ്പോഴും ഓരോ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ മനസ്സിലായി. അപ്പൊ റിസർച്ച് മാത്രമല്ല, ഇതിന്റെ ട്രയൽസിന്റെ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിലും എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നമ്മളിത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വിളിക്കും. അപ്പോൾ നമുക്കത് പോയി കാണാനും അതിനുള്ള പോസിബിലിറ്റി ഇല്ല. സോ ദാറ്റ് വെൻ വർക്ക്. അങ്ങനെ കുറെ നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒന്ന് ഗ്രോത്ത് മുകളിലോട്ട് കയറണം, മീൻസ് ഗ്രോത്ത് ഒന്ന് സ്റ്റാൻഡ് ആയിട്ട് തോന്നി. കാരണം ഒരു ഹയർ ഡിഗ്രി എടുക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ PhD ചെയ്തത്. ഞാൻ PhD സ്പെഷ്യലൈസ് ചെയ്ത ന്യൂറോ എൻഡോക്രൈനോളജി എന്നാണ് മൊണാഷ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിൽ. അപ്പൊ അത് കഴിഞ്ഞ് സാധാരണ ലോകത്ത് എല്ലാവരും വിചാരിക്കുന്നത് പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണം, അവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കണം. അങ്ങനെ എനിക്ക് ഐ വോണ്ടഡ് ടു കം ബാക്ക് ടു ഇന്ത്യ. അപ്പൊ ഞാൻ തിരിച്ചു വന്നു. തിരിച്ചെല്ലാം വന്നതിന് ശേഷം അതിനുശേഷമാണ് ഞാൻ പിന്നെ ഇതിലേക്കൊക്കെ ഇറങ്ങുന്നത്. ഇത് മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ നിംസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു, ജനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ട്രിവാൻഡ്രത്ത് തന്നെ. അപ്പം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശ്യമായി ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസിലല്ലാതെ പുറത്ത് ഒരു അസോസിയേഷൻ വഴി കുറച്ച് സീനിയർ സയന്റിസ്റ്റ്, അവരെല്ലാം റിട്ടയർ ആയവരാണ്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റിട്ടയർ ആയതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പരിചയപ്പെട്ടു.
പെട്ടെന്ന് കുറച്ച് നാളുകൾക്ക് ഒരു ന്യൂസ് വന്നു. അതായത് കോൺട്രാസ്റ്റ് ഡയറിയുടെ ഒരു മൊണോപ്പൊളിയാണ് മാർക്കറ്റ്. ഒരു കമ്പനിയാണ് അത് ആക്ച്വലി ലീഡ് ചെയ്യുന്നത് വേൾഡ് വൈഡ്. ഒരൊറ്റ കമ്പനിയുള്ള ഫോർ ദ ലാസ്റ്റ് 40-45 ഇയേഴ്സ് ആയിട്ട് അവരാണ് അത് കൊണ്ട് നടത്തുന്നത്. അപ്പോ ഇത് രണ്ടും കോറിലേറ്റ് ആണ്. നമ്മളിങ്ങനെ സംസാരിച്ചു, പക്ഷെ അത് നമുക്ക് എങ്ങനെ അത് വളർത്തിയെടുക്കാമെന്നൊന്നും നമുക്കത് അറിയില്ല. ഇങ്ങനെ ഒരു ആഡ് വന്നു, അതിന്റെ പ്രൈസും അവർ ഇൻക്രീസ് ചെയ്യാണ് മാർക്കറ്റിൽ. കാരണം മൊണോപ്പൊളിയാണ്, വേറെ ആരും ഇല്ല. അപ്പോ അത് ഗവൺമെന്റ് എല്ലാ സ്ഥലത്തും ഗവൺമെന്റിന് അത് അംഗീകരിക്കണം. കാരണം വേറെ നിവർത്തിയില്ല, അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അങ്ങനെയാണ് നമ്മൾ കുറെ റിസർച്ച് പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു കോൺട്രാസ്റ്റ് ഡൈ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ടോമോഗ്രഫി CT ഇമേജിങ്ങിനൊക്കെ പലർക്കും ബോഡിയിലൊക്കെ ട്യൂമർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ ആദ്യം CT കൊടുക്കും. അപ്പൊ അങ്ങനെ അതാണ് CT എന്ന് പറയുന്നത്, കോൺട്രാസ്റ്റ് ഡൈ പറയുന്നത്. അപ്പം ഈ CT ഇമേജിങ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി. ആ കൺസെപ്റ്റിൽ നിന്ന് നമുക്കത് സയന്റിഫിക്കലി വാലിഡേറ്റ് ചെയ്യണം. ടെക്നിക്കലി വാലിഡേറ്റ് ചെയ്താലേ നമ്മൾ ചെയ്ത പ്രോഡക്റ്റ് കറക്റ്റ് ആണോ ഇല്ലേ എന്ന് നമുക്കറിയാം. അപ്പം ഈ ഏരിയയിലേക്ക് കിടക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് എനിക്ക് വേണ്ടത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഒരു ലാബ് ഫെസിലിറ്റി, ബേസിക് ലാബ് ഫെസിലിറ്റി വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അതിന് നമ്മളിപ്പോ ഒരു വേറെ മേഖലയെ പോലെ അല്ല, ബയോടെക്നോളജിയിൽ നമുക്ക് കുറച്ചുകൂടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് ഒരു ലാബ് ഫെസിലിറ്റി. ഓഫ് കോഴ്സ് അന്ന് ഗവൺമെന്റ് നമ്മൾ ഗ്രാൻഡ് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി പിന്നെ എന്റെ പേഴ്സണൽ സേവിങ്സ് എടുത്തു. അപ്പൊ ഇതെല്ലാം എടുക്കുമ്പോഴും യു ആർ ലിവിംഗ് ഇൻ എ സൊസൈറ്റിയിലെ ടു മെനി പീപ്പിൾ വിൽ ടെൽ യു ഒരു നല്ല ജോലി ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങാണ്, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അതിന് ആവശ്യമുണ്ടെന്നുള്ളതാണ് എനിക്ക് ഓരോ പ്രാവശ്യം ഓരോ സ്റ്റേജിൽ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ലാബ് സെറ്റായി അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ നമ്മൾ ഇനിഷ്യലി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പൊ കറന്റ് നമ്മൾ ഈ കോൺട്രാസ്റ്റ് ഡൈ ഡെവലപ്പ് ചെയ്തപ്പോൾ അതിൽ 2 കാര്യങ്ങളാണ്. അപ്പൊ മാർക്കറ്റിലുള്ള ഡൈ എന്ന് പറയുന്ന 2 ടൈപ്പാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് 2 ടൈപ്പാണ്. അപ്പൊ ഒന്ന് ഹാർട്ട് പർപ്പസിനും ഒന്ന് ട്യൂമർ ഡിറ്റക്ഷനുമാണ്. അപ്പൊ ട്യൂമർ ഡിറ്റക്ഷന്റെ ഡൈക്കാണ് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത മൊണോപ്പൊളിയായിട്ട്. നമ്മളിത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിത് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റും. മറ്റേത് അവരുടെ സിംഗിൾ പർപ്പസ് നമ്മുടെ രണ്ടിനും ഉപയോഗിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇൻഡിജിനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കോമൺ മാനേജ് ആയിട്ടുള്ളതായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം ഇന്ന് ഇപ്പം ആ 2 പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കി, ഇതല്ലാതെ ഒരു പ്രോഡക്റ്റും കൂടെ ഉണ്ട്. എനിക്ക് സമയപരിധിയുള്ള അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പം ഇത് രണ്ടും നമ്മൾ പേറ്റന്റ് ചെയ്തു. അതിനൊക്കെ ഗവൺമെന്റിന്റെ ഗ്രാൻഡുകൾ തന്നെയാണ് ഇത്രയും വരെ സ്റ്റഡീസ് പോയത്. അപ്പം ഇന്ന് പലരും അന്ന് പറഞ്ഞ പലരും ഇപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തെടുക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ് എന്ന് പറയുന്നവരുണ്ട്. അന്ന് ആദ്യം പറഞ്ഞവര് മാറ്റി പറയുന്നവരുമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളത്, കഷ്ടപ്പെടാൻ ഒരു മനസ്സും ശരീരമുണ്ട്, പാഷനും ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് നമ്മൾ മുന്നോട്ട് വരണം. അതിന് ക്ഷമയോടുകൂടി കാത്തിരിക്കും വേണം. ഓരോ കാര്യവും ക്ഷമയോടുകൂടി ചെയ്യാനുള്ള ഒരു മനസ്സുകൂടെ വേണം. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഈ പറഞ്ഞതിന്റെ light up the night. Electric hearts in a city so